Dear friends, welcome to Electron College. നമുക്ക് ഈ സെക്ഷനിൽ കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ നമ്പർ സിസ്റ്റത്തെക്കുറിച്ചും ബൈനറി അർത്തമെറ്റിക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അർത്തമെറ്റിക്കിനെ കുറിച്ചും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഡ്സ് BCD കോഡ്, ഗ്രേ കോഡ്, ഹാമിംഗ് കോഡ് എക്സെട്ര ഇതിനെക്കുറിച്ചായിരുന്നു നമ്മുടെ ഡിസ്കഷൻ. അപ്പോൾ ആ ടോപ്പിക്കിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം പ്രീവിയസ് PSC എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ്, ഫ്യൂ ഡിജിറ്റൽ ക്വസ്റ്റ്യൻസ്, ഈ ടോപ്പിക്കിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. So first question, convert hexadecimal value 16 to decimal. ഇപ്പോൾ നമ്പർ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്. ഈ നമ്പർ സിസ്റ്റത്തിൽ നിന്നും വളരെ റെഗുലറായിട്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പല പ്രീവിയസ് പേപ്പേഴ്സ്, PSCയുടെ തന്നെ പല പ്രീവിയസ് പേപ്പേഴ്സ് ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്പർ സിസ്റ്റത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഷുവറാണ്. അപ്പോൾ നമ്മൾ പഠിച്ച നമ്പർ സിസ്റ്റംസ് ഡെസിമൽ, ബൈനറി നമ്പർ സിസ്റ്റം, ഓക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ ഓരോ നമ്പർ സിസ്റ്റത്തിൻ്റെയും ഡീറ്റെയിൽസും അതിൻ്റെ കൺവേർഷൻ മെത്തേഡ്സും നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹെക്സാഡെസിമൽ വാല്യൂ ടു ഡെസിമൽ. അപ്പോൾ ഹെക്സാഡെസിമൽ മറ്റൊരു ബേസിൽ നിന്നും ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഉള്ള മെത്തേഡ് നമ്മൾ പഠിച്ചായിരുന്നു. ഹെക്സാഡെസിമൽ ടു ഡെസിമൽ ആണെങ്കിൽ ഓരോ ഡിജിറ്റും 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ എല്ലാ സമ്മും കൂടെ നമ്മൾ ഫൈനലി വീണ്ടും ആഡ് ചെയ്യുന്നു. സോ ഇപ്പോൾ 16 എടുക്കുകയാണെങ്കിൽ, സോ ഇവിടെ 2 ഡിജിറ്റാണ് ഉള്ളത്. ഹെക്സാഡെസിമൽ വാല്യൂ 2 ഡിജിറ്റ്സാണ് ഉള്ളത്, 1 and 6. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ദിസ് 6 into 16 power 0 അല്ലേ, അതിൻ്റെ കറസ്പോണ്ടിങ് വെയിറ്റ്, ആ പൊസിഷൻ്റെ കറസ്പോണ്ടിങ് വെയിറ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ 16 വന്നത് അറിയാമല്ലോ, ഹെക്സാഡെസിമൽ നമ്പർ ആയതുകൊണ്ടാണ്. അപ്പോൾ ഓക്ടലാണ് ഈ നമ്പർ, ഈ പർട്ടിക്കുലർ നമ്പർ ഓക്ടലാണെങ്കിൽ ഓക്ടലിൻ്റെ ബേസ് യൂസ് ചെയ്യണം, ബൈനറി ആണെങ്കിൽ ബൈനറിയുടെ ബേസ് യൂസ് ചെയ്യണം. അതായത് 2 power 0 പ്ലസ് 1 into 16 power 1. So 6 into 16 power 0, that is nothing but 6, plus 1 into 16, that is 60. That is equal to 22. So this is your answer. A is your answer. So ഈ ഡെസിമൽ ഈ കൺവേർഷൻ, നമ്പർ കൺവേർഷൻ മെത്തേഡ്സ് വളരെ സിമ്പിളാണ്. ബട്ട് ഒരു ബേസസ് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മെത്തേഡ്സ് അല്ലെങ്കിൽ ബേസസ് മാറിപ്പോകാതെ ശ്രദ്ധിക്കണം. അതുപോലെ ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. കൺവേർട്ട് ബൈനറി 1 1 1 1 1 1 1 1 1 0 0 1 0 ടു ഹെക്സാഡെസിമൽ. ബൈനറിയിൽ നിന്നും ഹെക്സാഡെസിമലിലോട്ട്. അപ്പോൾ നോർമലി നമ്മൾ എന്താ ചെയ്യുന്നത്, 1 1 1 1 1 0 0 1 0. നോർമലി നമ്മൾ എങ്ങനെയാണ് ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ബൈനറി നമ്പറിനെ, ഇപ്പോൾ ഇവിടെയാണല്ലോ നമ്മുടെ ബൈനറി പോയിൻ്റ് അല്ലേ, ഇവിടെ ബൈനറി പോയിൻ്റ്, ഈ ബൈനറി പോയിൻറ്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് 4 ബിറ്റ്സ് വീതം നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. അപ്പോൾ this is your first group and this will be your second group, and this will be our third group. 3 ഗ്രൂപ്പ്സേ ഉള്ളൂ. ടോട്ടൽ 12 ബിറ്റ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് മൂന്ന് ഗ്രൂപ്പ്സ് ആയിട്ട്, അതായത് 4 ബിറ്റ്സ് വരുന്ന രീതിയിൽ 3 ഗ്രൂപ്പ് ആക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ ഓരോ ഗ്രൂപ്പിൻ്റെയും കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ വാല്യൂ എന്താണെന്ന് നോക്കുക. ഇപ്പോൾ 1 1 1 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ വാല്യൂ F ആണ്. ബിക്കോസ് 1 1 1 1 ഈസ് 15 ആൻഡ് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ഇറ്റ് ഈസ് F. അതുപോലെ 1 1 1 1 അഗെയിൻ, സോ ദാറ്റ് ഈസ് F. 0 0 1 0 ദാറ്റ് ഈസ് ഡെസിമൽ വാല്യൂ 2, ഹെക്സ് വാല്യൂവും 2 തന്നെയാണ്. സോ ദ ആൻസർ ഈസ് F F 2. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ, F F 2 B. ഈ ബേസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് 16. ഇപ്പോൾ ഓക്ടലാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ പോയിന്റിൽ നിന്നും 3 ബിറ്റ്സ് വീതമായിരിക്കും നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. സോ ഇതും കൺവേർഷൻ മെത്തേഡ്സിൽ നിന്ന് തന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, 1 hex digit is sometimes referred to as 1 hex digit. 1 hex digit എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ F എടുക്കാം.
എഫിനെ നമ്മൾ ബൈനറിയിൽ എങ്ങനെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്? 1 1 1 1 4 ബിറ്റ്സിലായിരിക്കും നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുന്നത്. ഹെക്സിനെ ബൈനറിലോട്ട് റിപ്രസെൻ്റ് ചെയ്യുമ്പോൾ 4 ബിറ്റ്സ് ആയിരിക്കുമല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോ ഡിജിറ്റിനും. അപ്പോൾ ഒരു ഹെക്സ് ഡിജിറ്റ് ഈ സംടൈംസ് റിഫേർഡ് ടു അസ് ബൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ബൈറ്റ് അല്ല. കാരണം ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റ്സ് ആണ്. നമുക്കത് അറിയാവുന്ന കാര്യമാണ്. ബൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് 8 ബിറ്റ്സ് ആണ്. അപ്പോൾ ഈ സിംഗിൾ ഡിജിറ്റിനെയാണ് നമ്മൾ ബിറ്റ് എന്ന് പറയുന്നത്, അതറിയാമല്ലോ. ബൈനറിയുടെ സിംഗിൾ ഡിജിറ്റ് അതിനെയാണ് നമ്മൾ ബിറ്റ്, ഒരു ഡിജിറ്റിനെയാണ് നമ്മൾ ബിറ്റ് എന്ന് പറയുന്നത്. ബൈറ്റ് ഈസ് 8 ബിറ്റ്സ്. പിന്നെ നിബിൾ. സോ നിബിൾ നോർമലി 4 ബിറ്റ്സ്. ഈ ബൈനറിയുടെ 4 ബിറ്റ്സ് ഗ്രൂപ്പ് ചെയ്യുമ്പോഴാണ് നമ്മളത് നിബിൾ എന്ന് പറയുന്നത്. സോ 1 ഹെക്സ് ഡിജിറ്റ് ഈസ് സംടൈംസ് റിഫേർഡ് ടു അസ് നിബിൾ അല്ലേ. 4 ബിറ്റ്സ് അല്ലേ ഓരോ ഹെക്സ് ഡിജിറ്റ് നമ്മൾ ബൈനറിയിൽ റിപ്രസെൻ്റ് ചെയ്യുമ്പോൾ 4 ബിറ്റ്സ് ആയിട്ടാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്. സോ യുവർ ആൻസർ ഈസ് ബി, നിബിൾ. ഗ്രൂപ്പിംഗ് അല്ല, ഇൻസ്ട്രക്ഷൻ അല്ല. Now, which of the following is the most widely used alphanumeric code for computer input and output? നമ്മൾ കോഡ്സിനെ കുറിച്ച് പഠിച്ചു. BCD കോഡ്സ്, ഗ്രേ കോഡ്സ്, XS3 കോഡ്, ഹാമിംഗ് കോഡ്, പാരിറ്റി കോഡ്, പിന്നെ ആസ്കി, ഇങ്ങനെയുള്ള കോഡ്സ് നമ്മൾ പഠിച്ചു. ഇവിടെ ആൽഫാ ന്യൂമറിക് കോഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൽഫാ ന്യൂമറിക് എന്ന് പറയുമ്പോൾ കോഡ് ദാറ്റ് പ്രൊവൈഡ്സ് ഡേറ്റ ഫോർ ബോത്ത് നമ്പേഴ്സ് ആസ് വെൽ ആസ് ആൽഫബറ്റിക്കൽ ക്യാരക്ടേഴ്സ്, അതായത് പ്രിൻറ്റബിൾ ആസ് വെൽ ആസ് നോൺ പ്രിൻറ്റബിൾ ക്യാരക്ടേഴ്സ്. അപ്പോൾ ആൽഫാ ന്യൂമറിക് കോഡ് ഇവിടെ ആസ്കി ആസ് വെൽ ആസ് ഈ 2 കോഡ്സ് മാത്രമേ ഉള്ളൂ നമുക്ക് ആൽഫാ ന്യൂമറിക് കോഡ്സ് ആയിട്ട്. ഇതിൽ തന്നെ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്നത് ആസ്കിയാണ്. സോ യുവർ ആൻസർ ഈസ് ആസ്കി. ഗ്രേ കോഡ് ആൻഡ് പാരിറ്റി കോഡ് ന്യൂമറിക് കോഡ്സ് ആണ്, നമ്മളത് പഠിച്ചതാണ്. കോഡ്സ് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു നമ്മൾ, ന്യൂമറിക് ആൻഡ് ആൽഫാ ന്യൂമറിക് കോഡ്സ്. ഇപ്പം ന്യൂമറിക് കോഡ്സിലാണ് ഈ BCD, ഗ്രേ കോഡ്, നമ്മുടെ XS3 കോഡ്, ഹാമിംഗ് കോഡൊക്കെ വരുന്നത്. ആൽഫാ ന്യൂമറിക് കോഡിലാണ് ഈ 2 കോഡ്സും വരുന്നത്. അപ്പോൾ അതിൽ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് എന്ന് പറയുന്നത് ആസ്കി കോഡ് തന്നെയാണ്. സോ ബി ഈസ് യുവർ ആൻസർ. Now, which is typically the longest? Bit, byte, nibble or word? അപ്പോൾ നോർമലി ബിറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സിംഗിൾ ഡിജിറ്റ്, സിംഗിൾ ബൈനറി ഡിജിറ്റ്. നമ്മളതിനെ ബിറ്റ്, ഒരു സിംഗിൾ ബിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. 8 ബിറ്റ്സ് ഗ്രൂപ്പ് ചെയ്യുമ്പോഴാണ് ഒരു ബൈറ്റ് ആകുന്നത്. നിബിൾ നമുക്കറിയാം 4 ബിറ്റ്സ് ആണ്. 4 ബിറ്റ്സ് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഒരു നിബിൾ ആവുന്നു. ആൻഡ് വേർഡ് സൈസ് നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഡിപ്പെൻസ് ഓൺ ദ ഒരു പ്രൊസസ്സറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, പ്രൊസസ്സറിൻ്റെ വേർഡ് സൈസ് എത്രയാണെന്നുള്ളത്. അത് ചിലപ്പോൾ 8 ആവാം, അല്ലെങ്കിൽ 16 ആവാം, അല്ലെങ്കിൽ 32 ആവാം, അല്ലെങ്കിൽ 64 ആവാം, എക്സെട്ര. അപ്പോൾ ദ ലോങ്ങസ്റ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി വേർഡ് സൈസ് തന്നെയായിരിക്കും നമ്മുടെ ലോങ്ങസ്റ്റ് ഗ്രൂപ്പ്. ബിക്കോസ് ഇന്നത്തെ പ്രസൻറ്റ് ലെവൽ പ്രൊസസ്സേഴ്സൊക്കെ ഏതർ 32 ബിറ്റോ 64 ബിറ്റോ ഒക്കെ വേർഡ് സൈസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടിപ്പിക്കലി ദ ലോങ്ങസ്റ്റ് ബൈറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വേർഡ്. യുവർ ആൻസർ ഈസ് വേർഡ്, ഓപ്ഷൻ ഡി. Now assign the proper odd parity to the code. So given code 111001. പാരിറ്റി കോഡ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഈവൻ പാരിറ്റി ആൻഡ് ഓഡ് പാരിറ്റി. എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാരിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓഡ് പാരിറ്റി ആണെങ്കിൽ നമ്പർ ഓഫ് വൺസ് ഓഡ് ആയിരിക്കണം, ഈവൻ പാരിറ്റി ആണെങ്കിൽ നമ്പർ ഓഫ് വൺസ് ഈവൻ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഈ ഡേറ്റയുടെ കൂടെ ഓഡ് പാരിറ്റിയാണ് നമ്മൾ അസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ആൾറെഡി നമ്പർ ഓഫ് വൺസ് നോക്കുക, 1 2 3 4 വൺസേ ഉള്ളൂ. ഓഡ് പാരിറ്റി വേണമെങ്കിൽ നമുക്ക് 5 വൺസ് വേണം അല്ലേ, 5 വൺസ് വേണം. അപ്പോൾ ഒരു എക്സ്ട്രാ 1 ആഡ് ചെയ്ത് കൊടുക്കുക. ദിസ് ഈസ് യുവർ പാരിറ്റി ബിറ്റ്. നമ്മുടെ പാരിറ്റി ബിറ്റ് എക്സ്ട്രാ ഒരു 1 ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വൺസ് 1 2 3 4 5. ഇറ്റ് ബിക്കംസ് ഓഡ് പാരിറ്റി. അപ്പോൾ നമ്മുടെ ആൻസർ 1 1 1 1 ഇതല്ലേ, 1 1 1 1 0 0 1. So your answer is B, that is 1 1 1 1 0 0 1. So next question,
convert the following binary number to octal. 010111100. ഇത് വീണ്ടും കൺവേർഷൻ സെക്ഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ഗിവൺ ബൈനറി നമ്പർ 010111100. അപ്പോൾ എങ്ങനെയാണ് ഓക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? നമ്മൾ ഈ ബൈനറി പോയിന്റിൽ നിന്നും ലെഫ്റ്റിലോട്ട് 3 ബിറ്റ്സ് വീതം നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു. സോ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ്, ഓരോ ഗ്രൂപ്പിൻ്റെയും കറസ്പോണ്ടിങ് ഓക്ടൽ വാല്യൂ 001, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 4 അല്ലേ. 100 എന്ന് പറയുമ്പോൾ 100, ഇത് 4 ആണല്ലോ. വേണമെങ്കിൽ ബൈനറി ബൈറ്റ്സ് ഞാനിവിടെ എഴുതാം. 2 power 0, 2 power 1, 2 power 2, അതായത് 1, 2, 4. ഇതാണല്ലോ ബൈനറി വെയ്റ്റ്സ്. സോ ഇറ്റ് ഈസ് 4. ദിസ് വാല്യൂ ഈസ് 4, 100. So 4, and next group 111, that is 7, and the last group 010, that is 2. So your answer is option D, 274. The base is D. 8 എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ബേസ് ആണ്, ഡിജിറ്റിൻ്റെ കൂടെ അവർ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. 274, 8. സോ നോർമലി അത് നമ്മൾ ബേസ് ഇങ്ങനെ ആയിരിക്കും റിപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. It indicates octal number system. So your answer is option D. So now next question, how many binary digits are required to count to 100? അപ്പോൾ 100 വരെ നമുക്ക് കൗണ്ട് ചെയ്യണം, അല്ലെങ്കിൽ 100 വരെ അപ്പോൾ റിപ്രസെൻ്റ് ചെയ്യണം. എത്ര ബൈനറി ഡിജിറ്റ്സ് വേണം, എത്ര ബിറ്റ്സ് വേണം? അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നോർമലി ഇതിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് 2 power n ആണ്. ഇപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് ബിറ്റ്സ് 2 ആണെങ്കിൽ, അതായത് ബൈനറി ഡിജിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ബൈനറി ഡിജിറ്റ്സ് 2 ആണെങ്കിൽ 2 power 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. നമുക്ക് 4 കോമ്പിനേഷൻസേ ഇവിടെ പോസിബിളായിട്ട് വരത്തുള്ളൂ. നമുക്കത് അറിയാമല്ലോ, 00, 01, 10, 11 അല്ലേ. നമ്പർ ഓഫ് ബിറ്റ്സ് 2 ആണെങ്കിൽ ഈ 4 കോമ്പിനേഷൻസേ പോസിബിളായിട്ടുള്ളൂ. ഇനി വേറൊരു കോമ്പിനേഷൻ ഇല്ല. 2 ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേറൊരു കോമ്പിനേഷൻ പോസിബിൾ അല്ല, അതായത് 4 കോമ്പിനേഷൻസ്. അപ്പോൾ n ഈക്വൽ ടു 3 ആണെങ്കിൽ 2 power 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 8. 8 കോമ്പിനേഷൻസ് പോസിബിളാണ്, അതായത് 000 തൊട്ട് 3 ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ട് 111 വരെ. അതായത് നമുക്ക് വേണമെങ്കിൽ 0 to 7 വരെ കൗണ്ട് ചെയ്യാം. ഇവിടെ 0 to 0, 1, 2, 3 അല്ലേ, 0 to 3 വരെ കൗണ്ട് ചെയ്യാം. n ഈക്വൽ ടു 4 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2 power 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 16 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 0 to 15 വരെ കൗണ്ട് ചെയ്യാം അല്ലേ. 0 to 15, അതായത് 16 കോമ്പിനേഷൻസ്. ഇപ്പോൾ n ഈക്വൽ ടു 5 ആണെങ്കിൽ 2 power 5, ദാറ്റ് ഈസ് 32. അപ്പോൾ 32 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. n ഈക്വൽ ടു 6 ആണെങ്കിൽ 2 power 6, അതായത് 64 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. അപ്പോൾ n ഈക്വൽ ടു 7 ആണെങ്കിൽ 2 power 7, ദാറ്റ് ഈസ് ഈക്വൽ ടു 128. സോ 128 കോമ്പിനേഷൻസ് പോസിബിൾ ആണ് ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 0 to 127 വരെ നമ്പേഴ്സ് റിപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ 0 to 127 വരെ കൗണ്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ബൈനറി ഡിജിറ്റ്സ് ആർ റിക്വയർഡ് ടു കൗണ്ട് ടു 100? 100 വരെ കൗണ്ട് ചെയ്താൽ മതി. എന്തായാലും 6 പറ്റില്ല. n ഈക്വൽ ടു നമ്പർ ഓഫ് ഡിജിറ്റ്സ് 6 പറ്റത്തില്ല. 6 ആണെങ്കിൽ 64 കോമ്പിനേഷൻസേ ഉള്ളൂ. അപ്പോൾ 0 to 63 വരെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ n ഈക്വൽ ടു 7 ആണെങ്കിൽ ഓഫ് കോഴ്സ് 0 to 127 വരെ കൗണ്ട് ചെയ്യാം. അപ്പോൾ 100 വരെ കൗണ്ട് ചെയ്യണമെങ്കിൽ മിനിമം 7 ബിറ്റ്സ് എങ്കിലും വേണം, 7 ബൈനറി ഡിജിറ്റ്സ് എങ്കിലും നമ്മൾ യൂസ് ചെയ്യണം. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ എ, 7. Now question number 9. The BCD number for the decimal 347 is, so BCD to decimal. So given BCD number, BCD number for the decimal. So given decimal number, ഇതിൻ്റെ കറസ്പോണ്ടിങ് BCD representation. ഇപ്പോൾ BCD representation എന്ന് പറയുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി റിപ്രസെൻറ്റേഷൻ തന്നെ എടുക്കാം. അപ്പോൾ എന്താണ് 7 in 4 ബിറ്റ്സിൽ റിപ്രസെൻ്റ് ചെയ്യണം. 7, 0, 1, 1, 1. ആൻഡ് 4 എന്ന് പറയുമ്പോൾ 0, 1, 0, 0. 3 എന്ന് പറയുമ്പോൾ 0,
0 1 1 അല്ലേ. സോ ദിസ് ഈസ് ദ BCD representation for the decimal 347 0 0 1 1 0 1 0 0 0 1 1 1. So your answer is option B. അപ്പോൾ ഈ കൺവേർഷൻ മെത്തേഡ്സിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അല്ലെങ്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു നിശ്ചിത amount ഓഫ് ക്വസ്റ്റ്യൻസ് തീർച്ചയായും കൺവേർഷൻ മെത്തേഡ്സിൽ നിന്നും വരാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. Now how many bits are in an ASCII character? ഇപ്പോൾ നമുക്കറിയാമല്ലോ ASCII കോഡ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ASCII കോഡ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ 7 ബിറ്റ് കോഡ് അല്ലേ. 7 ബിറ്റ്സ് ആണ്. സോ നമ്മുടെ ആൻസർ സി ആണ്. ASCII കോഡ്സ് 7 ബിറ്റ് ആണ്. നമ്മുടെ ABCD കോഡ് എന്ന് പറയുന്നത് 8 ബിറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ASCII കോഡാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് 7 ബിറ്റ് കോഡ്. യുവർ ആൻസർ ഈസ് ഓപ്ഷൻ സി. Now number 11, a binary number's value changes most drastically when the dash is changed. MSB ആണോ, ഫ്രീക്വൻസി ആണോ, LSB ആണോ, ഡ്യൂട്ടി സൈക്കിൾ ആണോ? ഇപ്പോൾ നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ഒരു ബൈനറി നമ്പർ എടുക്കും നമ്മൾ 000. ഇതൊരു ബൈനറി നമ്പർ ആണല്ലോ. ഇവിടെ നമുക്കറിയാം LSB, ദിസ് ഈസ് MSB. നമുക്ക് LSB ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ LSB ചേഞ്ച് ചെയ്ത് നോക്കുകയാണ് നമ്മൾ. LSB ചേഞ്ച് ചെയ്യുന്നു. LSB ചേഞ്ച് എന്തായിരിക്കും ആൻസർ? 001 അല്ലയോ. നമ്മൾ LSB ബിറ്റ് ചേഞ്ച് ചെയ്യുന്നു 0യിൽ നിന്നും 1ലോട്ട്. MSB ചേഞ്ച് ചെയ്ത് നോക്കുന്നു. MSB ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. MSB എന്ന് പറയുമ്പോൾ ഈ ബിറ്റാണ്. ദാറ്റ് ഈസ് 100. ഇപ്പോൾ നമ്മൾ MSB ചേഞ്ച് ചെയ്തു അല്ലേ. 0 ഈസ് ചേഞ്ച്ഡ് ടു 1. ഇപ്പോൾ നമ്മുടെ ഒറിജിനൽ വാല്യൂവിൽ നിന്നും ഒരു ഡ്രാസ്റ്റിക്കായ ചേഞ്ച് വന്നത് എപ്പോഴാണ്? MSB ചേഞ്ച് ചെയ്തപ്പോഴാണ് അല്ലേ. ഇപ്പോൾ LSB ചേഞ്ച് ചെയ്തപ്പോൾ 0 ഈസ് കൺവെർട്ടഡ് ടു 1. MSB ചേഞ്ച് ചെയ്തപ്പോൾ 0 ഈസ് കൺവെർട്ടഡ് ടു, ഇതിൻ്റെ വാല്യൂ എത്രയാണ് ശരിക്കും? 4 ആണ് അല്ലേ. 0 ഈസ് കൺവെർട്ടഡ് ടു 4. അപ്പോൾ MSB ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഡ്രാസ്റ്റിക്കായ ചേഞ്ചസ് വരുന്നത്. ഒറിജിനൽ വാല്യൂവിൻ്റെ MSB ബിറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ദർ വിൽ ബി എ ഡ്രാസ്റ്റിക് ചേഞ്ച്. സോ നമ്മുടെ ആൻസർ എ ആണ്, ഓപ്ഷൻ എ. നോ വിച്ച് ഈസ് നോട്ട് എ വേർഡ് സൈസ്. ഒരു വേർഡിൻ്റെ സൈസ് ആവാൻ സാധ്യതയില്ലാത്ത ഓപ്ഷൻ ഏതാണ്? ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തു ബിറ്റ്, ബൈറ്റ്, പിന്നെ നിബിൾ ആൻഡ് വേർഡ്. ഇപ്പോൾ ബിറ്റ് നോർമലി സിംഗിൾ ഡിജിറ്റ് ആണ്. ബൈറ്റ് എന്ന് പറയുമ്പോൾ 8 ബിറ്റ്സ് ആണ് ഒരു ബൈറ്റ്. ആൻഡ് നിബിൾ എന്ന് പറയുന്നത് 4 ബിറ്റ്സ് ആണ്. ഇപ്പം വേർഡ് സൈസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വേർഡ് സൈസ് ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഫിക്സ്ഡ് ആവണമെന്നില്ല. പ്രൊസസ്സേഴ്സ് ഓർ മൈക്രോ കൺട്രോളേഴ്സ് അതിൻ്റെ സി പി യു ഡിഫർ ആവുന്നതിനനുസരിച്ച് വേർഡ് സൈസും ഡിഫർ ആവും. പക്ഷേ എപ്പോഴും വേർഡ് സൈസ് എന്ന് പറയുന്നത് 2n അതായത് വേർഡ് സൈസ് 8 ആവാം, 16 ആവാം, 32 ആവാം, 64 ആവാം, എക്സെട്ര. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് 2^3, ദിസ് ഈസ് 2^4, ദിസ് ഈസ് 2^5 ആൻഡ് ദിസ് ഈസ് 2^6 എക്സെട്ര. അപ്പോൾ എപ്പോഴും 2 പവറിലായിരിക്കും ആ വേർഡ് സൈസ് വരുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ 64 ക്യാൻ ബി എ വേർഡ് സൈസ്, 16 ക്യാൻ ബി എ വേർഡ് സൈസ്, 8 ക്യാൻ ഓൾസോ ബി എ വേർഡ് സൈസ് അല്ലേ. 8, 16, 64. പക്ഷേ 28 പോസിബിലിറ്റി ഇല്ല. 28 ഒരിക്കലും നമ്മൾ വേർഡ് സൈസായിട്ട് യൂസ് ചെയ്യാറില്ല. സോ വിച്ച് ഈസ് നോട്ട് എ വേർഡ് സൈസ്, യുവർ ഓപ്ഷൻ ഈസ് ബി. കാരണം ഇത് ഒരിക്കലും 2n നമുക്ക് റിപ്രസെൻറ്റ് ചെയ്യാനും പറ്റില്ല. Not possible. Now, which of the following is an invalid BCD code? Invalid BCD code. BCD code നമുക്കറിയാമല്ലോ 4 ബിറ്റ്സ് ആണ്. 0 to 9 വരെ ഡെസിമൽ ഡിജിറ്റ്സിന് 0 to 9 വരെ നമുക്ക് റിപ്രസെൻറ്റ് ചെയ്യാം BCD കോഡ്സ് യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ വാല്യൂസ് നോക്കാം. 9 മുകളിൽ ഒരു വാല്യൂ വരാനുള്ള ചാൻസസ് ഇല്ല. BCD കോഡ് എപ്പോഴും 0 to 9 ആണ് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സെക്കൻഡ് ഓപ്ഷൻ നോക്കിക്കേ, ഈ വാല്യൂ ചെക്ക് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവും എന്താ ഇതിൻ്റെ വാല്യൂ. 1101. 1101 എന്ന് പറയുമ്പോൾ വെയിറ്റ് എന്താണ്? 1, 2, 4, 8. സോ 8 പ്ലസ് അല്ലേ, 4 പ്ലസ് 0 ആണ് ആൻഡ് 1. സോ 12, ഓൾമോസ്റ്റ് 13. അപ്പോൾ ഇത് ഒരു വാലിഡ് BCD കോഡ് അല്ല, ബിക്കോസ് the value is greater than 9, so that is not a valid BCD code.
BCD കോഡ് എന്ന് പറയുമ്പോൾ റിപ്രസെൻറ്റേഷൻ വിൽ ബി ഫ്രം 0 to 9. ഡെസിമൽ ഡിജിറ്റ്സ് 0 to 9 റിപ്രസെൻറ്റേഷനാണ് നമ്മൾ BCD കോഡ്. അപ്പോൾ വാല്യൂ മോർ ദാൻ 9 ആണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ BCD കോഡ്. ഇപ്പോൾ റിമൈനിങ് ബിറ്റ്സ് ഒന്നും കുഴപ്പമില്ല, ഇതെല്ലാം ലെസ് ദാൻ 9 ആണ്, or 9, less than or equal to 9. Our option is B. Now question number 14, determine the decimal equivalent of the signed binary number 11110100 in one's complement. അപ്പോൾ നമ്മൾ പഠിച്ചല്ലോ, നമ്പർ സിസ്റ്റം നമ്മൾ പഠിച്ചായിരുന്നു, രണ്ട് നമ്പർ സിസ്റ്റം, സൈൻഡ് നമ്പർ, അൺസൈൻഡ് നമ്പർ. സൈൻഡ് നമ്പേഴ്സ് ആവുമ്പോൾ അവിടെ പോസിറ്റീവ് നമ്പേഴ്സും നെഗറ്റീവ് നമ്പേഴ്സും ഉണ്ടാവും. പോസിറ്റീവ് നമ്പേഴ്സ് നമ്മുടെ നോർമൽ ബൈനറി റിപ്രസെൻറ്റേഷനിൽ തന്നെയാണ് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. നെഗറ്റീവ് നമ്പേഴ്സ് റിപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സൈൻ മാഗ്നിറ്റ്യൂഡ് റിപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ പ്രീവിയസ് സെഷൻസിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ ദേ ഹാവ് ഗിവൺ എ സൈൻഡ് ബൈനറി നമ്പർ. ഇതൊരു സൈൻഡ് ബൈനറി നമ്പറാണ്. ഇൻ വൺസ് കോംപ്ലിമെൻറ്റ് മെത്തേഡാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ വാല്യൂ നമുക്ക് നോക്കണം എത്രയാണെന്ന്. ഇപ്പോൾ MSB, ദിസ് ഈസ് MSB അല്ലേ, MSB LSB. അപ്പോൾ സൈൻഡ് നമ്പേഴ്സ് വരുമ്പോൾ MSB 1 ആണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്പർ ഈസ് നെഗറ്റീവ് ആണല്ലോ. നമ്പർ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം ആണെങ്കിലും വൺസ് കോംപ്ലിമെൻറ്റ് ഫോം ആണെങ്കിലും ടൂസ് കോംപ്ലിമെൻറ്റ് ഫോം ആണെങ്കിലും MSB 1 ആണെങ്കിൽ ദ നമ്പർ ഈസ് നെഗറ്റീവ്. അപ്പോൾ സൈൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി നെഗറ്റീവ്. ഇനി ഇതിൻ്റെ ഒറിജിനൽ നമ്പർ അല്ലെങ്കിൽ ഒറിജിനൽ വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദിസ് ഈസ് ദ സൈൻ ബിറ്റ് അല്ലേ, ഇത് സൈൻ ബിറ്റാണ്, ഇതാണല്ലോ മാഗ്നിറ്റ്യൂഡ്, ദിസ് ഈസ് മാഗ്നിറ്റ്യൂഡ്. ഇത് ആൾറെഡി വൺസ് കോംപ്ലിമെൻറ്റിലാണ് ഇരിക്കുന്നത് അല്ലയോ, അവർ റിപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് വൺസ് കോംപ്ലിമെൻറ്റിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ വാല്യൂ അറിയണമെങ്കിൽ എഗെയിൻ ടേക്ക് ദ വൺസ് കോംപ്ലിമെൻറ്റ്. ഇതിൻ്റെ തന്നെ വീണ്ടും വൺസ് കോംപ്ലിമെൻറ്റ് എടുക്കണം. എത്ര വരിക? 0 0 0 1 0 1 1. സോ എത്രയാണ് ഇതിൻ്റെ വാല്യൂ? 11 ആണ് ഇതിൻ്റെ വാല്യൂ. സൈൻ ബിറ്റ് 1 ആയിരുന്നു, MSB 1 ആയിരുന്നല്ലോ, സൈൻ ബിറ്റ് 1 ആണ്, അപ്പോൾ നമ്പർ നെഗറ്റീവ് ആണ്. സോ യുവർ ആൻസർ ഈസ് -11. ആൻസർ ഈസ് ഓപ്ഷൻ സി. അപ്പോൾ ഇത് തന്നെ ടൂസ് കോംപ്ലിമെൻറ്റിലാണ് ഇത് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒറിജിനൽ മാഗ്നിറ്റ്യൂഡ് വാല്യൂ എത്രയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ വീണ്ടും ടൂസ് കോംപ്ലിമെൻറ്റ് എടുക്കുക. ഗിവൺ മാഗ്നിറ്റ്യൂഡ് വാല്യൂവിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് എടുക്കുക. നൗ ഇതൊരു പ്രീവിയസ് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ VHE 2005 PSC തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഇൻ പോസിറ്റീവ് ലോജിക് സ്റ്റേറ്റ് 1. സോ നമ്മൾ പോസിറ്റീവ് ലോജിക്, അതായത് ഇപ്പോൾ ബൈനറി നമ്പേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ലോജിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് നെഗറ്റീവ് ലോജിക് ആൻഡ് മറ്റൊന്ന് പോസിറ്റീവ് ലോജിക്. അപ്പോൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ലോജിക് എന്ന് പറയുന്നത് ഒന്ന് ലോജിക് 0, മറ്റൊന്ന് ലോജിക് 1. അപ്പോൾ എന്താണ് പോസിറ്റീവ് ലോജിക്? രണ്ട് വോൾട്ടേജ് ലെവൽസ് അല്ലെങ്കിൽ രണ്ട് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ +5 ആൻഡ് 0യും 5ഉം, നമ്മൾ എന്താണ് ചെയ്യുന്നത്? പോസിറ്റീവ് ലോജിക് എന്താണ്? ഹൈ വാല്യൂവിന് ഒരു ലെവൽ, ഹൈ വോൾട്ടേജ് ലെവൽ അല്ലെങ്കിൽ ഹൈ വാല്യൂവിന് 1 അസൈൻ ചെയ്യുക, ലോ വാല്യൂവിന് 0 അസൈൻ ചെയ്യുക. 0 is given to 0, 1 is given to +5. Logic 0 is given to 0 voltage level, 1 is given to 5 voltage level. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് വോൾട്ടേജ് ലെവൽസ് ഒന്ന് +5ഉം ഒന്ന് +2ഉം ആണെങ്കിൽ നമ്മൾ എന്താ സ്വാഭാവികമായിട്ട് ചെയ്യാൻ പോകുന്നത്? ഇൻ പോസിറ്റീവ് ലോജിക്കിൽ 0 വോൾട്ടേജ് ലെവൽ 2 റിപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുക, 1 വോൾട്ടേജ് ലെവൽ 5 റിപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുക. അതായത് ലോജിക് സ്റ്റേറ്റ് 0 ഈസ് ഗിവൺ ടു ലോവർ വാല്യൂ ആൻഡ് ലോജിക് സ്റ്റേറ്റ് 1 വിൽ ബി ഗിവൺ ടു ഹയർ വാല്യൂ. അപ്പോൾ അതുപോലെ നെഗറ്റീവ് ലോജിക്കിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. നെഗറ്റീവ് ലോജിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 0 വിൽ ബി ഗിവൺ ടു ദ ലോവർ വാല്യൂ ആൻഡ് 1 വിൽ ബി ഗിവൺ ടു ദ ഹയർ വാല്യൂ. അപ്പോൾ പോസിറ്റീവ് ലോജിക് സ്റ്റേറ്റ് 1 കറസ്പോണ്ട്സ് ടു ദ ഹയർ പോസിറ്റീവ് ലെവൽ. ഗിവൺ വാല്യൂ അല്ലെങ്കിൽ അവൈലബിൾ വാല്യൂവിൽ ഏതാണോ ഹയർ പോസിറ്റീവ് വാല്യൂ, ദാറ്റ് വിൽ ടേക്ക് ലോജിക് സ്റ്റേറ്റ് 1. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 16. ഇതും വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ 2005 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളാണ്. ബിറ്റ്സ് 1 ആൻഡ് 0 ആർ യൂസ്ഡ് ഇൻ ബൈനറി നമ്പർ സിസ്റ്റം അല്ലേ, ഓപ്ഷൻ ബി. നമുക്കിത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഡെസിമൽ അല്ല, ഓക്ടൽ അല്ല, ഹെക്സാ ഡെസിമലും അല്ല.
So the bits 1 and 0 are used in binary number system. Your answer is option B. Now next question, XS3 code. XS3 code is a, so ഇതും അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PW 2006 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ XS3 കോഡ് ഈസ് എ, നമ്മളിത് പഠിച്ച കാര്യമാണ്. XS3 കോഡ് ഇറ്റ് ഈസ് എ സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് കോഡ് അല്ലേ. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. മിനിമം ചേഞ്ച് കോഡല്ല, മാക്സിമം ചേഞ്ച് കോഡും അല്ല, നോൺ ബൈനറിയും അല്ല. സോ ഇറ്റ് ഈസ് സെൽഫ് കോംപ്ലിമെൻറ്റിംഗ് കോഡ്. സോ ഇതൊരു നമ്പർ സിസ്റ്റം കൺവേർഷൻ ക്വസ്റ്റ്യൻ ആണ്. കൺവേർട്ട് ബൈനറി 1111 1111 0000 ടു ഹെക്സാഡെസിമൽ. സോ ഇതും 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ലെക്ചറർ ഇലക്ട്രോണിക്സ് വിഭാഗത്തിൽ. അപ്പോൾ എന്താണ് ഗിവൺ നമ്പർ നോക്കി ആൻസർ നോക്കാം. 1111 1111 0010 അല്ലേ. ഹെക്സാഡെസിമൽ, ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ ബൈനറി പോയിന്റിൽ നിന്നും 4 ബിറ്റ്സ് വീതം ഗ്രൂപ്പ് ചെയ്യുക. സോ 0010 അഗെയിൻ 1111 1111. എന്താണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സ് വാല്യൂ? എഫ് 0010 2 ആണ്. ഇപ്പോൾ നമ്മുടെ ആൻസർ എഫ് ഓഫ് 2. യുവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. Question number 19. So decimal number 15 in binary system is represented as, engineering assistant PWD 2005 question ആണിത്. ഡെസിമൽ നമ്പർ 15 ഇൻ ബൈനറി സിസ്റ്റം. 15 എങ്ങനെയാണ് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി. ആൻസർ ഈസ് ഓപ്ഷൻ സി അല്ലേ. 1111. ബൈനറിയുടെ വെയ്റ്റ്സ് അറിയാമല്ലോ, 1 2 4 8. അപ്പോൾ 15 റിപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ അല്ലേ 1111, അതായത് 8 + 4 + 2 + 1, that is 15. So your answer is option C, 1111. Now question number 20. 2's complement. 2's complement of a binary number 0101 ൻ്റെ 2's complement. നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചായിരുന്നു. 1's complementum 2's complementum കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 1's complement കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 0 1s ആക്കുക, 1 0 ആക്കുക. 2's complement ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആദ്യം 1's complement എടുക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ +1 ആഡ് ചെയ്യുക. അപ്പോൾ 0101 ൻ്റെ 1's complement ആദ്യം എടുക്കുക, 1010 അല്ലേ. ദിസ് ഈസ് 1's complement. ഇനി ഇതിൻ്റെ കൂടെ +1 ആഡ് ചെയ്യുക, അപ്പോൾ 1011. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ എ, 2's complement ഓഫ് ബൈനറി നമ്പർ 0101. Now question number 21. The greatest negative number which can be stored in a 8-bit computer using 2's complement arithmetic. അതായത് 8-bit കമ്പ്യൂട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഡിജിറ്റ്സ് 8-bit ആണ്. ആൻഡ് യൂസിങ് 2's complement arithmetic യൂസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ദ ഗ്രേറ്റസ്റ്റ് നെഗറ്റീവ് നമ്പർ. അപ്പോൾ ഇത് നമ്മളൊരു 2's complement സെക്ഷനിൽ നമ്മളൊരു റിലേഷൻ ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് 2's complement arithmetic യൂസ് ചെയ്യുമ്പോൾ ഫോർ ആൻ n-bit റിപ്രസെൻറ്റേഷൻ, നമ്പർ ഓഫ് ബിറ്റ്സ് n-bit റിപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യുമ്പോൾ യു ക്യാൻ റിപ്രസെൻറ്റ് 2n-1 -1 പോസിറ്റീവ് വാല്യൂസ്, 2n-1 നെഗറ്റീവ് വാല്യൂസ്, പിന്നെ ഒരു 0. ഇത്രയും റിപ്രസെൻറ്റേഷൻസ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. n-bit യൂസ് ചെയ്യുമ്പോൾ 2n-1 -1 പോസിറ്റീവ് റിപ്രസെൻറ്റേഷൻസ്, 2n-1 നെഗറ്റീവ് റിപ്രസെൻറ്റേഷൻസ് ആൻഡ് പിന്നെ ഒരു 0 കൂടെ. അപ്പോൾ 8-bit ഇവിടെ ക്വസ്റ്റ്യനിൽ 8-bit ആണ്, അതായത് n = 8. അപ്പോൾ 8-bit യൂസ് ചെയ്യുമ്പോൾ ഇതെത്രയാണ്? 2n-1, അതായത് 2^8 - 1 2^7. സോ 2^7 ദാറ്റ് ഈസ് 128. 128 - 1 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 127 അല്ലേ. n = 8 ആണെങ്കിൽ ദിസ് വാല്യൂ ഈസ് 120. അപ്പോൾ 127 പോസിറ്റീവ് വാല്യൂസ് റിപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് 2n-1 എന്ന് പറയുമ്പോൾ n 8 ആണ് അല്ലേ. സോ 2^8 - 1 ദാറ്റ് ഈസ് 2^7, ദാറ്റ് ഈസ് 128. നെഗറ്റീവ് വാല്യൂസ് ദെൻ 10, അതായത് n = 8 ആണെങ്കിൽ 0 റിപ്രസെൻറ്റ് ചെയ്യാം. ദെൻ +1 മുതൽ +127 വരെ റിപ്രസെൻറ്റ് ചെയ്യാം, അതായത് 127 പോസിറ്റീവ് വാല്യൂസ്.
പിന്നെ 128 നെഗറ്റീവ് വാല്യൂസ്. അപ്പോൾ -1 മുതൽ -128 അല്ലേ, ശരിയല്ലേ? 127 പോസിറ്റീവ് വാല്യൂസ്, 128 നെഗറ്റീവ് വാല്യൂസ്, 10. ഇവിടെ -0 നമ്മൾ യൂസ് ചെയ്യാറില്ല, കാരണം ടൂസ് കോംപ്ലിമെൻറ്റ് അർത്ഥമെറ്റിക്കിൽ 0ക്ക് ഒരു റിപ്രസെൻറ്റേഷൻ മാത്രമേ ഉള്ളൂ, 2 റിപ്രസെൻറ്റേഷൻ ഇല്ല. അപ്പോൾ -0 അവൈലബിൾ അല്ല. -1 മുതൽ -128 വരെ നമുക്ക് റിപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ദ ഗ്രേറ്റസ്റ്റ് നെഗറ്റീവ് നമ്പർ വിച്ച് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ 8-bit കമ്പ്യൂട്ടർ യൂസിങ് ടൂസ് കോംപ്ലിമെൻറ്റ് അർത്ഥമെറ്റിക് ഈസ് -128 കേട്ടോ. ആൻസർ ഈസ് ഓപ്ഷൻ ബി. Now 22, which of the following signed binary number is equal to 8? Sorry, is equal to -8. ഇപ്പോൾ -8ൻ്റെ റിപ്രസെൻറ്റേഷൻ ഇതിലേതാണെന്ന് നോക്കണം. നമുക്ക് 8 ആദ്യം എന്താണെന്ന് നോക്കാം. +8 എന്താണെന്ന് അറിയാമല്ലോ. 0 0 0 0 1 0 0 0 അല്ലേ, ഇതാണല്ലോ ബൈനറിയിൽ +8. നമ്മൾ 8 ബിറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ റിപ്രസെൻറ്റ് ചെയ്യാൻ, നമ്പർ റിപ്രസെൻറ്റ് ചെയ്യാൻ. സോ ദിസ് ഈസ് +8. അപ്പോൾ ഇതിൻ്റെ -8 എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 1's കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2's കോംപ്ലിമെൻറ്റ് യൂസ് ചെയ്യാം അല്ലേ, നെഗറ്റീവ് റിപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട്. അപ്പോൾ -8 ആണെങ്കിൽ ഇപ്പോൾ സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം നോക്കിക്കുക. സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം എന്താണ് ചെയ്യേണ്ടത്? ദിസ് ഈസ് മാഗ്നിറ്റ്യൂഡ് ബിറ്റ്, ദിസ് ഈസ് സൈൻ ബിറ്റ്. സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം ആണെങ്കിൽ സൈൻ ബിറ്റ് 1 ആയിട്ട് കൺവേർട്ട് ചെയ്യുക. മാഗ്നിറ്റ്യൂഡ് ഫോം അതുപോലെ തന്നെ, ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ ഈ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. സോ എ 1 0 0 0 1 0 0 0 1. സോ ആൻസർ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് 1 0 0 1 0 0 0. ദിസ് ഈസ് -8 in sign magnitude form. So this is your answer. Your answer is option A. (23) So any negative number is recognized by its MSB LSB bits nibble. ഇതും നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. ഐ മീൻ ബൈനറി അർത്ഥമെറ്റിക്കിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. നെഗറ്റീവ് നമ്പേഴ്സ് ആർ റെക്കഗ്നൈസ്ഡ് ബൈ MSB. ഓപ്ഷൻ ഈസ് എ. ബിക്കോസ് നെഗറ്റീവ് നമ്പർ സിസ്റ്റം ഏതാണെങ്കിലും, അത് സൈൻ മാഗ്നിറ്റ്യൂഡ് ഫോം ആണെങ്കിലും 1's കോംപ്ലിമെൻറ്റ് ഫോം ആണെങ്കിലും 2's കോംപ്ലിമെൻറ്റ് ഫോം ആണെങ്കിലും MSB 1 ആണെങ്കിൽ ദ നമ്പർ ഈസ് നെഗറ്റീവ്. MSB 0 ആണെങ്കിൽ നമ്പർ ഈസ് പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് നമ്പർ ഓർ നെഗറ്റീവ് നമ്പർ ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ MSB. നമ്മൾ MSB ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് റെക്കഗ്നൈസ് ചെയ്യാം. സോ യുവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസ് വരെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സിൽ വരുന്ന കുറേ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇതിവിടെ ഈ സെഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.